ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളിതേ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റഡ് ആണ്. പോകുന്ന വഴി ആദ്യം മെഗാസിറ്റി മോളിലേക്കൊന്ന് പോകണം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. മുടിഞ്ഞ ട്രാഫിക്കായിരുന്നു കേട്ടോ. മോളിലെത്തിയതും ഫസ്റ്റ് ഞാൻ മിനിസോയിലാണ് കയറിയത്. എനിക്ക് മിനിസോ ഭയങ്കര ഇഷ്ടമാണ്. കുറേ ക്യൂട്ട് ഐറ്റംസൊക്കെ ഇവിടെ കിട്ടും. മെഗാസിറ്റി മോളിൽ മിനിസോ വന്നിട്ട് ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ കേട്ടോ. എനിക്കൊരു സോഫ്റ്റ് ടോയ് ആണ് വാങ്ങാനുണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സോഫ്റ്റ് ടോയ് ഒക്കെ ഞാൻ വാങ്ങി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പോയത് ഹോം സെൻറ്ററിലേക്കാണ് കേട്ടോ. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിയ ഐറ്റം ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ കൊടുത്തിട്ട് ഞാൻ നേരെ താഴത്തെ ഫ്ലോറിലുള്ള കുക്കി മാനിലേക്ക് വന്നു. ഇവിടുത്തെ അസോർട്ടഡ് കുക്കീസിൻ്റെ 2 ബോക്സാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിനു മുൻപ് ഞാൻ 2-3 വട്ടം ഇവിടുത്തെ കുക്കീസൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ഹോം സെൻറ്ററിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏട്ടൻ വരുന്നത് വരെ ഞാൻ അവിടെ കുറച്ച് നേരം പോസ്റ്റായിരുന്നു. അങ്ങനെ ഏട്ടൻ എത്തിയതും വാങ്ങിയ എല്ലാ ഐറ്റംസായിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇവിടെ മെഗാസിറ്റി മോളിൽ ഒട്ടുമിക്ക സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും കേട്ടോ. ഇത്തവണ പാട്ടൊക്കെ ആയിരുന്നു. ഞാൻ എല്ലാ സാധനങ്ങളും ഏട്ടൻ്റെ കയ്യിൽ കൊടുത്ത് ഏൽപ്പിച്ചിട്ട് കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ആ ഫ്ലൂട്ട് വായിക്കുന്ന ആളുണ്ടല്ലോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നല്ല സൂപ്പറായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാർക്കിംഗ് എത്തി. എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് മഴയൊക്കെ പെയ്തു കേട്ടോ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് മഴയൊക്കെ പെയ്യുന്നത്. വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. പിന്നെ പൊതുവേ ബാംഗ്ലൂർ എത്ര ചെറിയ ഡിസ്റ്റൻസ് ആണെങ്കിലും എത്തിക്കിട്ടാൻ ഒരുപാട് ടൈം എടുക്കും. പോകുന്ന വഴിക്ക് അമ്പലത്തിലൊക്കെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് അനഘ. ഞങ്ങൾ വീഡിയോസ് ഒരുമിച്ചാണ് കേട്ടോ പഠിച്ചത്. അതുമാത്രമല്ല 4 വർഷം എൻ്റെ റൂംമേറ്റും ആയിരുന്നു. അനഘയുടെ വാവേനെയും ഹസ്ബൻഡ് ഫെബിനേട്ടനെയും കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ കാണുന്നത്. പ്ലാൻ ചെയ്യാറുണ്ടെങ്കിലും ഇപ്പോഴാണ് അതൊന്ന് നടന്നു കിട്ടിയത്. പിന്നെ ഇതാണ് കൊക്കോ. എനിക്ക് പൊതുവേ പട്ടികൾ ഭയങ്കര പേടിയാണ്. കുറച്ചെങ്കിലും പേടിയില്ലാത്തത് കൊക്കോനെയാണ്. ഇതിനു മുൻപ് ഞാൻ അനുവിൻ്റെ അടുത്ത് വന്നപ്പോൾ കൊക്കോനായിട്ട് നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് കേട്ടോ ലേശെങ്കിലും ഞാൻ കൂളായിട്ട് നിൽക്കുന്നത്. ലാസ്റ്റ് ടൈം വന്നപ്പോൾ കൊക്കോ ഏട്ടനായിട്ട് അത്യാവശ്യം നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു. ഇവർ കാണുമ്പോണ്ടല്ലോ എനിക്കെന്തോ ഇവർ മുജ്ജന്മ സുഹൃത്തുക്കളെ പോലെയാണ് തോന്നാറുള്ളത് കേട്ടോ. അനഘയുടെ വാവേനെ കണ്ണെന്നാണ് വിളിക്കുന്നത്. അവൻ ഞങ്ങൾ കൊടുത്ത പാവയൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു. ഞങ്ങൾ അവരുടെ അടുത്ത് എത്താൻ ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നു. പിന്നെ ഒരു 10-10:15 ആയപ്പോഴത്തേക്കും ഡിന്നർ കഴിക്കാനായിട്ട് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. കണ്ണനൊക്കെ ഡിന്നർ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉറക്കം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഉറക്കത്തിൻ്റെ ടൈം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. കൊക്കോനെ നമ്മൾ കൊണ്ടുപോകണില്ല കേട്ടോ. ഡിന്നർ കഴിക്കാനായിട്ട് ഞങ്ങളിവിടെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. ജസ്റ്റ് റോഡൊന്ന് ക്രോസ് ചെയ്താൽ മാത്രം മതി. അനു ഫെബിനേട്ടനും ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്. ഫുഡും പ്രിറ്റി ഡീസൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അനക്ക് വെജിറ്റേറിയൻ ആണ് കേട്ടോ. ഞങ്ങൾ 4 വർഷം റൂംമേറ്റ് ആയിരുന്നപ്പോൾ അവൾ എനിക്ക് കുറേ വെജ് ഐറ്റംസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് കുറച്ചെങ്കിലും വെജ് ഐറ്റംസ് വെറൈറ്റി ആയിട്ട് അറിയുന്നുണ്ടെങ്കിൽ അത് അനഘയുടെ കൂടെ അന്ന് നിന്നുകൊണ്ടാണ് കേട്ടോ. അതുവരെ ഞാൻ ആകെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് വെജ് പുലാവും വെജ് ബിരിയാണി മാത്രമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ കണ്ണൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ കളിച്ചിരുന്നു. ഫുഡ് വരുന്നത് വരെ അവനെ എങ്ങനെയെങ്കിലുമൊക്കെ എൻ്റർടൈൻ ചെയ്തിരുത്തുക എന്നുള്ളതായിരുന്നു ഞാനും അവനും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡ് കഴിച്ച് തീരാറായപ്പോഴത്തേക്കും കണ്ണൻ ഉറക്കം വന്നിട്ട് ലേശം അലമ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ എടുത്തുകൊണ്ട് പോയിട്ട് സോപ്പ് ഇടുമായിരുന്നു. കാഴ്ചകളൊക്കെ കാണിച്ച് എന്തൊക്കെയോ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ മാനേജ് ചെയ്തു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു. കണ്ണനപ്പോഴത്തേക്കും ഒന്നും ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് നടന്ന് അവിടെയുള്ള കുറച്ച് സ്ഥലങ്ങളും പിന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ കണ്ടു. അവിടെ നിന്നിട്ടും ഞങ്ങൾ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ കൊക്ക അവിടെ ഒറ്റയ്ക്കാണല്ലോ എന്ന് ഓർത്തപ്പോൾ ഫ്ലാറ്റിലേക്ക് തന്നെ പോയി. കണ്ണന് പിന്നെ ഉറക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അധികം വൈകിക്കാതെ തന്നെ ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയതും കൊക്ക നല്ല ഹാപ്പിയായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഹെക്റ്റിക് ഡേ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്താണെന്നറിയില്ല, നല്ല റിലാക്സ്ഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കോളേജിലുണ്ടായിരുന്നപ്പോൾ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നു. UG കഴിഞ്ഞിട്ട് 7 വർഷമായെന്ന് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാം ഇപ്പോൾ കഴിഞ്ഞ പോലൊരു ഫീലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ കണ്ണൻ ഉറക്കാനായിട്ട് റൂമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഒരു 9-10 മണിയാകുമ്പോഴത്തേക്ക് അവൻ ഉറങ്ങാറുള്ളതാണ്. ഇന്ന് ലേശം ലേറ്റായിപ്പോയി. അങ്ങനെ കണ്ണനെ ഉറക്കിയിട്ട് ഞങ്ങൾ പിന്നെയും സൊറ പറയാനായിട്ട് ഹാളിലേക്ക് വന്നു. കൊക്ക പിന്നെ ഏട്ടനെ വിട്ടിട്ടില്ല കേട്ടോ. കൂടെ തന്നെ ഇങ്ങനെ ഒട്ടി നടക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു 2 മാസം മുന്നേ. അപ്പോൾ വരാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അനുവിടെ വാവേനെ കണ്ണെന്നാണല്ലോ വീട്ടിൽ വിളിക്കുക. അപ്പോൾ ഞാനൊരു ഉണ്ണിക്കണ്ണനെ തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് അവർക്ക് ഇഷ്ടമായി പറഞ്ഞപ്പോൾ നല്ല ഹാപ്പി ആയിട്ടോ. അവൾ അത് പൂജാ റൂമിൽ അപ്പം തന്നെ വെച്ചിട്ടും ഉണ്ടായിരുന്നു.
ഞങ്ങൾ പിന്നെ വീണ്ടും പണ്ടത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇതൊക്കെ കൊക്കോന് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾ പറയണതൊക്കെ കേട്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ആശാൻ. പണ്ട് ഹോസ്റ്റലായിരുന്നപ്പോൾ അനഘ എനിക്ക് എപ്പോഴും പല വെറൈറ്റി ആയിട്ടുള്ള ടാങ്കൊക്കെ കലക്കി തരാറുണ്ടായിരുന്നു. ഇന്ന് അവൾ എനിക്ക് നാരങ്ങ സോഡയൊക്കെ ഉണ്ടാക്കി തന്നു. അതൊക്കെ കുടിച്ചിരുന്ന് വീണ്ടും കത്തിയടിയായിരുന്നു. അങ്ങനെ വർത്തമാനം പറഞ്ഞ് സമയം പോയതേ അറിഞ്ഞില്ല. ഏകദേശം 2 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കിടക്കാൻ പോയി. നല്ല സന്തോഷം കിട്ടിയൊരു ദിവസമായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.